ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും പഴവും കൊണ്ട് നല്ല അടിപൊളിയൊരു ഈവനിങ് സ്നാക്ക് ഇലയട ഉണ്ടാക്കാവേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിപ്പം ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഏത്തപ്പഴം കൊണ്ട് ചെയ്യാം, ഇല്ല ഏത് പഴം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ആ പഴം കൊണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം ഇത്, ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് കറുത്ത് പോയ തൊലിയൊക്കെ കറുത്ത് പോയ പഴം ഉണ്ടല്ലോ, അതും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 3 പഴം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒരു പഴം എടുത്തിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. 2 പഴം ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് ചിരകിയ തേങ്ങ കുറച്ച് കൂടുതലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് ശർക്കര ഇപ്പം വലിയ ശർക്കര ഇങ്ങനെ മുഴുവനോടുള്ളതാണെങ്കിൽ നമുക്കതൊന്ന് ഉരുക്കി പാനിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പും പിന്നെ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് പഴം വേണമെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴമാണെങ്കിൽ പുഴുങ്ങിയെടുത്താലും കുഴപ്പമില്ല, പുഴുങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മളത് നന്നായിട്ട് വേവിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വേറെ ഏതെങ്കിലും ചെറിയ പഴമൊക്കെ ആണെങ്കിൽ അത് പുഴുങ്ങേണ്ട ആവശ്യമില്ല. ഏത്തപ്പഴമാണെങ്കിൽ പുഴുങ്ങിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി ഒന്ന് അത് മിക്സ് ചെയ്ത് മാവ് റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് നെയ്യ് ചൂടായി കഴിയുമ്പം അതിലേക്ക് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ വറുത്തത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു പഴം നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്നല്ലോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതുപോലെ പഴം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുമ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ പഴത്തിൻ്റെ പീസ് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഇതുപോലെ ആ നെയ്യുടെയൊക്കെ നല്ലൊരു സ്മെല്ല്, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ നെയ്യുടെയും ഏത്തപ്പഴത്തിൻ്റെയും ശർക്കരയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരും. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവ് സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി വാഴയില, ഞാനിപ്പോൾ വാഴയിലാണ് എടുത്തിരിക്കുന്നത്. വാഴയില ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞളിൻ്റെ ഇലയ്ക്കകത്തും ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് നമ്മുടെ ഇലയുടെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റീമറിനകത്തോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ, ഞാൻ ആദ്യം തന്നെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇലയുടെ എല്ലാം ഈ സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊരു 25 തൊട്ട് 30 മിനിറ്റ് നമ്മൾ വേവിക്കേണ്ടി വരും, ഒരു അരമണിക്കൂർ. നമ്മുടെ ഗോതമ്പ് പൊടിയാണല്ലോ ചേർത്ത് കൊടുത്തത്, പിന്നെ പഴം പുഴുങ്ങിയിട്ടില്ല. പഴം വേണമെങ്കിൽ നമുക്ക് പുഴുങ്ങിയും ചേർക്കാം ഇതിൻ്റെ കൂടെ. ഞാനിപ്പോൾ പുഴുങ്ങാതെയാണ് ചേർത്തത്. ഇതുകൊണ്ട് സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇലയട ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഇലയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ തുറന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴല്ലോ നല്ലൊരു സ്മെല്ല്, ആ നെയ്യുടെയും ഏത്തപ്പഴത്തിൻ്റെയും ഒക്കെ നല്ല സ്മെല്ലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും